ഇവിടെ ഈ ആയത്തിൽ മറ്റൊരു വിഷയം നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്നുള്ളത് ഉപാധിയാണ്, അനുബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ വഹും കുഫാർ എന്നുള്ള ഖൈദോടുകൂടി വേറെയും ആയത്തുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു. ഈ ഖൈദുകളുള്ള ആയത്തുകൾ, ഈ വിഷയത്തിൽ ഖൈദുകളില്ലാത്ത ആയത്തുകളുണ്ട്. ഇത്തരം ആയത്തുക്കളെ മുഖയ്യദത്തായ ആയത്തുകൾ എന്നാണ് പറയുക. വമാതു വഹും കുഫാർ, വഹും കുഫാർ എന്നുള്ളത് ഖൈദാണ്. അതുകൊണ്ട് ഈ ആയത്തിനെ മുഖയ്യദത്തായ, ഉപാധി വെക്കപ്പെട്ടതായ ആയത്ത് എന്നാണ് പറയുക. എന്നാൽ ഈ വിഷയത്തിൽ ഉപാധി വഹും കുഫാർ എന്ന ഖൈദ് ഇല്ലാതെ വന്ന ആയത്തുകളുണ്ട്. അത്തരം ആയത്തുകൾക്കാണ് മുത്ലഖത്തായ ആയത്തുകൾ എന്ന് പറയാം. ഉസൂലുൽ ഫിഖ്ഹിൽ പറയും, അൽ മുത്ലഖു മഹ്മൂലുൻ അലൽ മുഖയ്യദ്. ഖൈദില്ലാതെ നിരുപാധികം വന്നവയെ ഖൈദുള്ളതിലേക്ക്, സ്വാഭാവികമായി വന്നതിലേക്ക് വഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. ഇവിടെ നോക്കൂ നിങ്ങൾ, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അവിശ്വസിച്ചവർ അവർക്കാകുന്നു ജഹന്നമിൻ്റെ അഗ്നി ശിക്ഷയായുള്ളത്. ഇവിടെ വല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്. വമാതു വഹും കുഫാർ എന്ന ഖൈദ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് മുത്തലഖത്തായ ആയത്താണ്. എന്തു വേണം? അൽ മുത്തലഖ് മഹ്മൂലുൻ അലൽ മുഖയ്യദ്. നിരുപാധികം പറയപ്പെട്ടതിനെ സ്വാഭാവികമായി പറഞ്ഞതിലേക്ക് ചേർക്കണം, വഹിക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ ആശയം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? വല്ലദീന കഫറു, അവിശ്വസിച്ചവർ, വമാതു വഹും കുഫാർ, അവർ കുഫാറുകളായ ഈ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ലഹും നാറു ജഹന്നം. ഇതാണ് ആ തത്വത്തിൻ്റെ ഉദാഹരണം. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളുണ്ട് ഈ വിഷയത്തിൽ. ഇന്നല്ലദീന കഫറു വളമു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും ത്വരീഖ ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ വകാന ദാലിക അലല്ലാഹി യസീറ. സൂറത്തുൻ നിസായിലെ ആയത്ത്. ഇവിടെയൊക്കെ ഇന്നല്ലദീന കഫറു വളമു എന്ന് മുത്തലഖൻ പറയപ്പെട്ടതാണ്. ഇവിടെ വമാതു വഹും കുഫാർ എന്ന ഖൈദില്ല. പക്ഷേ ആ ഖൈദ് ഇത്തരം ആയത്തുകളിലേക്ക് ബാധകമാക്കണം. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ ഖാലിദീന ഫീഹാ അബദ. ഇങ്ങനെ പല വചനങ്ങളുണ്ട്. നമ്മളുടെ വചനത്തിൽ പറയപ്പെട്ട ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ എന്ന ഖൈദ് ഇല്ലാതെ വന്ന, ഉപാധി ഇല്ലാതെ വന്ന വചനങ്ങൾ ധാരാളമാണ് വിശുദ്ധ ഖുർആനിൽ. എന്ത് വേണം? നമ്മുടെ ആയത്തിൽ പറയപ്പെട്ടതുപോലുള്ള ഉപാധി വേറെയും ആയത്തുകൾക്ക് നമ്മൾ കേട്ടല്ലോ. അത് ഇവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെടണം, നൽകപ്പെടണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു വിഷയം.